Hello. In South Kerala section of the Southwest Indian Union, there are two remarkable initiatives that are bringing hope and transformation in the lives of underserved communities. From a remarkable medical camp in Ambedkar Nagar and powerful rally against violence in Barabanur town, these efforts are paving way for a healthier, safer and more empowered community. Let's have a closer look. കളിക്കാൻ മനുഷ്യന്റെ വിഷമങ്ങൾ അറിയുന്നവർക്ക് മാത്രമേ ഒരാൾക്ക് കരച്ചിൽ വരുമ്പോൾ മഴ, അപകടങ്ങൾ, പിന്നെ ഭൂമി കുലുക്കം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? അതിന്റെ കാരണം ലോകത്തിന്റെ അവസാനം ഉണ്ടാകാൻ പോകുന്നതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളാണ്. നമ്മുടെ വീടുകളിൽ നമ്മൾ കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കുന്നില്ല. അവർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഇതിലാണ്, ഫോണിലാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലാണ്. അപ്പം മനുഷ്യനുമായിട്ട് ഇടപഴകിയെങ്കിൽ മാത്രമേ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനുഷ്യനുമായിട്ട് ഇടപഴകാൻ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ വിഷമങ്ങൾ ഇന്നിട്ടുള്ള സൗത്ത് കേരള സെക്ഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ എഡ്വിൻ ഞാൻ ഡേവിഡ് അവറുകളാണ് ഇന്ന് ഈ മെഡിക്കൽ ക്യാമ്പും അതുപോലെ തന്നെ ബോധവൽക്കരണവും ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രിയ മകനെ ദൈവനാമത്തിൽ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സമയമില്ല എങ്കിൽ കൂടെയും നമ്മളോടൊപ്പം ആയിരിക്കുന്ന നമ്മുടെ സൗത്ത് കേരള സെക്ഷൻ ട്രഷറർ അവറുകൾ മിസ്റ്റർ ജബരാജ് അവറുകൾ നമ്മുടെ മധ്യമുണ്ട്. പ്രിയ മകനെയും ദൈവനാമത്തിൽ യൂത്ത് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ പാസ്റ്റർ ബിനോയ് ജേക്കബ് അവറുകൾ നമ്മുടെ മധ്യമുണ്ട്. സംഘടിപ്പിച്ചിരിക്കുന്നു. അവരുടെ സാന്നിധ്യം കൃപയും കൂടിയിരുന്നു. ഇതുവരെയും വഴിയെടുത്തനായി സ്തോത്രം ചെയ്യുന്നു. ഈ പ്രദേശത്തായിരിക്കുന്ന ഓരോ മക്കളെ അവരുടെ സ്നേഹത്തെ ആസ്പദമാക്കി ആണ് നമ്മൾ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മളുടെ തീം ഷോപ്പ് ഇൻ ദ സിറ്റീസിനൊക്കെ ഇവിടെയുള്ള അംബേദ്കർ കോളനി, അതേപോലെ ഭരതന്നൂർ പ്രദേശം. ഇന്ന് ഭരതന്നൂർ പ്രദേശം കേരളത്തിൻ്റെ ഭൂപടത്തിൽ ലഹരിക്ക് എതിരെ വിരുദ്ധമായിട്ട് എതിരെ നടക്കുന്നതായിട്ടുള്ള ഒരു റാലിയാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മളുടെ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്ന ഓരോ ദിവസത്തെയും പ്രശ്നങ്ങൾ നമുക്കറിയാം. ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ അദ്ദേഹത്തിൻ്റെ സഹപാഠികൾ ചേർന്ന് തല്ലി കൊന്നു. നമ്മൾ കണ്ടതാണ്. നമ്മളുടെ ഈ പ്രദേശത്തിന് അടുത്ത് തന്നെ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ടുള്ള 5 പേരെയാണ് തല്ലി കൊന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുമ്പോൾ
എല്ലാവരും പറയുന്നതിൻ്റെ കാരണം യുവതലമുറയ്ക്ക് എന്തോ കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും എല്ലാവരും അതിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണങ്ങൾ, പരിഹാരങ്ങൾ പരസ്പരം പഴിചാരുന്ന ഒരു തലത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. മറ്റു ചില ആളുകളുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ ചില മൊബൈൽ ഫോണിൻ്റെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മനുഷ്യരുടെ കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അനുരൂപമായിട്ട് നിന്നുകൊണ്ട് നമ്മളിവിടെ ഒരു ചെറിയൊരു സ്ട്രീറ്റ് പ്ലേ, അതായത് ലഹരി വിരുദ്ധ ഒരു തെരുവ് നാടകം ഞങ്ങളിവിടെ നടത്തുവാൻ തക്കവണ്ണം പോകുന്നു. എല്ലാ നല്ലവരായ നാട്ടുകാരും ഞങ്ങളോട് സഹകരിക്കണമെന്ന് ദൈവനാമത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. ഈ ലോകം എത്ര സുന്ദരമാണ്. ഇവിടെ മനസ്സിന് സുഖം തരുന്ന പല പല കാഴ്ചകൾ, മദ്യം, മയക്കുമരുന്ന്, പിന്നെ ഒരു നാൾ നശിപ്പിക്കും. അതിനാൽ നീ ദൈവത്തെ മാത്രമേ സ്നേഹിക്കാവൂ. ഇവിടെയല്ല നമ്മുടെ ഭവനം, അങ്ങ് സ്വർഗത്തിലാണ്. അതുപോലെ ആരോൾ, നീ എന്റെ ലോകത്തെ സ്നേഹിക്കൂ. ഞാൻ നിനക്ക് പലതും തരാം. നീ ചോദിക്കുന്നത് എന്തും. വേണ്ട പോലെ ഷാജിന്റെ മായാവലയത്തിൽ നീ വീഴരുത്. വേണ്ട പോലെ ആരോൾ, ഈ ലോകത്തെ ലോകത്തെ സ്നേഹിക്കൂ. ഒരു നാൾ നശിപ്പിക്കും. ഞാൻ പലതും നിനക്ക് തരാം. അതിനാൽ നീ ദൈവത്തെ മാത്രമേ സ്നേഹിക്കൂ. അങ്ങ് സ്വർഗത്തിലാണ്. എന്റെ വാക്കുകൾ കേൾക്കൂ. എന്റെ വാക്കുകൾ നീ കേട്ടാൽ നിനക്ക് എന്തും ഞാൻ ഷാജിന്റെ മായാവലയത്തിൽ നീ വീഴരുത്. വേണ്ട പോലെ എനിക്കൊരു കത്തുണ്ട്. കത്തോ? എനിക്കോ? എന്റെ പൊന്നോമനയായ മകനെ, ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നറിയുമോ? നീ എന്നെ ഉപേക്ഷിച്ചു പോയെങ്കിലും നിന്നോട് വിരോധമോ പിണക്കമോ ഈ അമ്മയ്ക്കില്ല. കാരണം നീ എൻ്റെ മകനാണ്. നിനക്കറിയുമോ, എന്നേക്കാളേറെ നിന്നെ സ്നേഹിക്കുന്നവരാണ്. അത് യേശുവാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിദാതാവാണ്. ആ കർത്താവിനെ നീ ഉപേക്ഷിച്ചപ്പോഴും നിന്നെ തള്ളിക്കളഞ്ഞില്ല. ഞാനറിഞ്ഞ സത്യത്തിലൂടെ മാത്രമേ എൻ്റെ മകനും പോകാവൂ. ഞാൻ ഈ കത്തിനോടൊപ്പം ഒരു പുസ്തകം കൂടി വയ്ക്കുന്നു. ആ പുസ്തകം നിന്നെ വഴി നടത്തും. അമ്മ കത്ത് ചുരുക്കുന്നു. എൻ്റെ മകന് നല്ലതേ വരും എന്ന് സ്വന്തം അമ്മ. അമ്മ തൻ സ്നേഹം കുറഞ്ഞു പോകില്ല. അമ്മ തൻ സ്നേഹം അടന്നു മാറില്ല. അമ്മ തൻ സ്നേഹം കുറഞ്ഞു പോകില്ല. അമ്മ തൻ സ്നേഹം അടന്നു മാറില്ല. പൊന്മകനാൻ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഈ ജീവിതം ധന്യമായി തീർന്നിടാം. ഈ ജീവിതം ധന്യമായി തീർന്നിടാം. 1996 ചാൾസ് എൽ ടൈലർ രചിച്ച മാർക്ക്ഡ് ബൈബിൾ എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ മലയാള പരിഭാഷയായ വരയിട്ട ബൈബിൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ലഘു നാടകം വരയിട്ട ബൈബിൾ. നാടകരചന സംവിധാനം ബാലു. മെയ് മാസം 6-ാം തീയതി സുന്ദരമായ പ്രഭാതത്തിൽ അലാസ്ക എന്ന ട്രാൻസ്പോർട്ട് കപ്പൽ മെൽബൺ എന്ന ദേശം ലക്ഷ്യമാക്കി യാത്ര പുറപ്പെടുകയാണ്. ആ യാത്രയിൽ നമ്മുടെ കഥാനായകനും കൂട്ടുകാരുമുണ്ട്. കപ്പൽ പുറപ്പെടുവാൻ ഒരുങ്ങുകയാണ്. അതാ സൈലൻ മുഴങ്ങി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ കപ്പലിൽ കയറി. നീ നേരത്തിൽ വായോ, കപ്പലിപ്പോ പുറപ്പെടും. ഞാൻ ഭയങ്കര ഭാരം. ഞാൻ അപ്പോഴേ പറഞ്ഞ അവിടെ കറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് നേരം
നീ കൈ ഒന്ന് താടാ, ഞാനൊന്ന് കേറട്ടെ മുകളിലോട്ട്. എന്നെ പിടിച്ചോ. എന്നെ പിടിച്ചോ. എന്തായാലും വീണ്ടും കിട്ടി. നോക്കടാ നമ്മുടെ ആൽബിൻ. ആൽബിനെ നീയാണ് അവരെ തെറ്റായ വഴിയിലൂടെ നടത്തിയത്. ഒരിക്കൽ എൻ്റെ ജീവിതവും ഇങ്ങനെയെല്ലാം കടന്നുപോയിരുന്നു. എന്നാൽ എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു തന്ന ആ ദൈവത്തിൽ ഞാൻ അഭയം പ്രാപിച്ചു. അതോടെ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. ആരോ ഞങ്ങളും നിന്നോടൊപ്പം മോശമായ വഴികളിലൂടെ സഞ്ചരിച്ചു. പക്ഷെ അതല്ല ശരിയെന്ന് മനസ്സിലാക്കാൻ നീ വേണ്ടി വന്നു. ഇനി ഒരിക്കലും ഞങ്ങൾ മദ്യവും മയക്കുമരുന്നും മറ്റൊന്നും ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യുകയില്ല. ഇനിയുള്ള കാലം ദൈവകൽപ്പന അനുസരിച്ച് ജീവിക്കും. അതെ, നമുക്ക് ദൈവനാമ മഹത്വത്തിനായി ജീവിക്കാം. അതാണ് കുഞ്ഞുങ്ങളെ ദൈവത്തിനും ഈ ഭൂമിയിൽ ജന്മം നൽകിയ മാതാപിതാക്കന്മാരുടെ ഇഷ്ടം. അതിനാൽ ഇനിയുള്ള കാലം നമുക്കെല്ലാവർക്കും കർത്താവിനായി ജീവിക്കാം. ജീവിതം ഒന്നേയുള്ളൂ, ജീവിക്കൂ ദൈവത്തിനായി. ജീവിതം ഒന്നേയുള്ളൂ, ജീവിക്കൂ ദൈവത്തിനായി. ഇനിയൊരു ജീവിതം ഈ പാരില്ലല്ലോ, ഇനിയൊരു ജീവിതം ഈ പാരില്ലല്ലോ. മകനേ മകളേ, തൻ കുറവുകൾ കുറ്റങ്ങൾ പാപങ്ങളേറ്റു പറഞ്ഞുകൊണ്ട് ദൈവത്തിനായി ജീവിക്കൂ, ദൈവനാമത്തിനായി ജീവിക്കൂ, ദൈവത്തിനായി ജീവിക്കൂ, ദൈവനാമത്തിനായി ജീവിക്കൂ, ദൈവത്തിനായി ജീവിക്കൂ, ദൈവനാമത്തിനായി ജീവിക്കൂ. സെവൻത് അഡ്വന്റിസ്റ്റ് സഭയുടെ യുവജന പ്രസ്ഥാനം അഡ്വന്റിസ്റ്റ് യൂത്ത് മിനിസ്ട്രി നടത്തുന്ന സ്നേഹയാത്രയാണ് ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നത്. ഈ മുതൽ ഒന്നിച്ചു പിടിക്കും